ഒരിക്കൽ മകന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ ഒരമ്മ, കർത്താവേ, എന്റെ മകന്റെ ഭാര്യയായി വരുന്ന കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നവളായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇല്ല, ചേരാൻ സാധ്യത കുറവാണ്. ചേർക്കുകയാണ് വേണ്ടത്. ചേർക്കണമെങ്കിൽ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. അതെ, മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി സ്വർഗം വെടിഞ്ഞ ക്രിസ്തുവിന്റെ ഭാവം നമ്മിലുണ്ടെങ്കിലേ നമുക്ക് താഴ്മയോടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കരുതാനാവൂ. ഇതുപോലെ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർന്ന വിശ്വാസികൾക്ക് ദൈവം നൽകിയ സമാധാനം ആസ്വദിക്കാനാകും. എന്നാൽ അവിശ്വാസികൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിക്കൊണ്ട് കുടുംബ സമാധാനം നശിപ്പിക്കുകയും പിന്നെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നേഹിത, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പലതും മറ്റുള്ളവർക്ക് വിലയേറിയതായിരിക്കുമെന്ന സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആകയാൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ എന്ന വചനമനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നതിനു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ.